പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് സ്മിത ജോസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ കുരിയച്ചിറയിൽ നിന്നാണ്. 3 വർഷം മുൻപ് ഞങ്ങൾ അമേരിക്കയിൽ നോർത്ത് കരോലിന എന്ന സ്റ്റേറ്റിലേക്ക് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായി മാറി താമസിക്കുകയുണ്ടായി. അമേരിക്കയിലെത്തിയപ്പോഴാണ് ഞാൻ കൃപാസന മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും കൂടുതലായിട്ട് അറിയുവാനായി ഇടയായത്. അവിടെ ഉള്ള ഒരു സുഹൃത്ത് വഴിയാണ് കൃപാസനത്തിലെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് മനസ്സിലാക്കിയത്. അതിനെ തുടർന്ന് ഉടമ്പടിയെ പറ്റിയും കൂടുതലായിട്ട് അറിയുവാനായി സാധിച്ചു. ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി എനിക്ക് അവിടെ വെച്ചിട്ട്. അതിനെ തുടർന്ന് പിന്നീട് കാർ എടുക്കാനായിട്ട് വളരെയധികം ഭയമായിരുന്നു. ആ ഭയത്തിൻ്റെ സമയത്താണ് എന്നെ ഒരു സുഹൃത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഉടമ്പടിയെ പറ്റി കൂടുതലായിട്ട് അറിയുകയും ഷെക്കൈന ചാനലിലുള്ള ജോസഫ് അച്ഛൻ്റെ ഇൻ്റർവ്യൂകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുഴുവൻ എപ്പിസോഡുകളും കാണുകയും ഉടമ്പടി എന്താണെന്നും എങ്ങനെ ഉടമ്പടി ലഭിച്ചുവെന്നും ജോസഫ് അച്ഛൻ്റെ സത്യസന്ധമായ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാനായി സാധിച്ചു. അതിനുശേഷം മെയ് 1, 2025 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ദൈവസ്നേഹത്തിനായും കൂടുതലായി യേശുവിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസം വളരുന്നതിനുമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി നിയോഗങ്ങൾ 6 എഴുതാം എന്നുള്ളതുകൊണ്ട് അതിൽ എൻ്റെ ജോലിക്കാര്യവും മറ്റു നിയോഗങ്ങളും അർപ്പിച്ചിരുന്നു. ഇവിടെ ഞാൻ ഒരു +2 ടീച്ചറായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെ ജോലി സാധ്യതകൾ വളരെയധികം കുറവാണെന്ന് മനസ്സിലായി. ഒരു ടീച്ചറായൊക്കെ ജോലി കിട്ടാനായിട്ട് ടീച്ചിങ് ലൈസൻസ് ആവശ്യമായിരുന്നു. ഈ ടീച്ചിങ് ലൈസൻസ് ലഭിക്കുക എന്നത് വളരെ പ്രയാസമായ ഒരു കാര്യമായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ പോലും ടീച്ചിങ് അസിസ്റ്റൻസ് ആയിട്ട് പോലും ജോലി ലഭിക്കുക 5-6 വർഷം അവിടെ നിന്ന് ഒരു സ്കൂളിൽ വർക്ക് ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിച്ചാൽ മാത്രമേ അതിനുള്ള അവസരമുള്ളൂ എന്ന് മനസ്സിലാക്കി. ടീച്ചിങ് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു 4 വർഷത്തോളം ഉള്ള ഒരു പഠനത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഇപ്പോൾ അസാധ്യമായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. പക്ഷേ ഉടമ്പടി നിയോഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉടമ്പടി നന്നായി ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുകയുണ്ടായി. കൂദാശകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പരിശുദ്ധ കുർബാനയിലെ മിക്കവാറും ദിവസങ്ങളിൽ തന്നെ പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. കുമ്പസാരം അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ മുടക്കാതെ കാണാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനത്തിനായിട്ട് കാത്തിരിക്കുകയും ഉടമ്പടി ധ്യാനം അപ്ലോഡായാൽ അവിടുത്തെ സമയമനുസരിച്ച് ഞങ്ങൾക്ക് രാവിലെ തന്നെ അത് പങ്കെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ വളരെ ഭക്തിയോടെ പങ്കെടുക്കാറുണ്ട്. അത് സ്റ്റാറ്റസായി ഇടുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയാണ് എങ്ങനെയാണ് കൂടുതൽ നന്നായി ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മനസ്സിലായത്. അതനുസരിച്ച് ഉടമ്പടിയിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. അതിനെ തുടർന്ന് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴിയായി ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി ഉപ്പും തേനും യാദൃശ്ചികമായി തന്നെ അവിടെ അമേരിക്കയിൽ വെച്ച് തന്നെ കൊണ്ടുവന്ന് തരികയുണ്ടായി. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ലഭിച്ചു. അതുപോലെ തന്നെ ജപമാല ചൊല്ലുവാനും കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനും ജോസഫ് അച്ഛൻ്റെ പ്രസംഗങ്ങൾ പഴയ ഉടമ്പടി ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും മാത്രം ആണ് ദിവസങ്ങളിൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഒരു ടെമ്പററി ജോലി എനിക്ക് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അധികം താമസിയാതെ ഒരു ടെമ്പററി ജോലി സ്കൂളിൽ തന്നെ ടീച്ചറായി തന്നെ മാതാവ് നൽകുകയുണ്ടായി. ആ ജോലി ലഭിച്ചപ്പോൾ കാരുണ്യ പ്രവർത്തികൾ കൂടുതലായി ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചു. കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായി ഞാൻ അവിടെ സ്പെഷ്യൽ എയ്ഡ് സ്കൂളുകളിൽ ടീച്ചറായി വർക്ക് ചെയ്യാനായിട്ട് ഞാൻ സ്വയം ഓപ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ പോകുവാനും ഓട്ടിസം അതുപോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികളെ പരിചരിക്കുവാനായിട്ടും അന്നത്തെ ദിവസവേതനം കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുവാനുമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്
ആദ്യകാലങ്ങളിൽ നമുക്ക് പത്രങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസായി ഇടുകയും ഉടമ്പടി സാക്ഷ്യങ്ങൾ തരംതിരിച്ച്, ഇപ്പോൾ രോഗികളായവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് രോഗികളായവർക്ക് അയച്ചു കൊടുക്കും, ജോലി ലഭിക്കാതിരിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അയച്ചു കൊടുക്കും. അതുപോലെ സാക്ഷ്യങ്ങളെ തരംതിരിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുവാനും പലരെയും ഉടമ്പടിയെ പറ്റി കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുത്തുവാനുമെല്ലാം അതുവഴി കുറേ പേരെ ഉടമ്പടി എടുക്കുവാനുമെല്ലാം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ജാനുവരിയിൽ, അതായത് 2026 ജനുവരിയിൽ നാട്ടിൽ വരുവാനായി ഇടയായി. ആ സമയത്ത് ഇവിടെ വന്ന് ജാനുവരി 24-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുവാനും ഉള്ള കൃപ പരിശുദ്ധ മാതാവ് നൽകി. അതനുസരിച്ച് ആ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തതനുസരിച്ച് നമുക്ക് പത്രങ്ങൾ ലഭിക്കുകയും ഉടമ്പടി തൈലവും ഉപ്പുമെല്ലാം അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് പത്രങ്ങൾ കൊണ്ടുപോവുകയും പ്രേക്ഷിത പ്രവർത്തനമായി അവിടെ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന ആളുകളോട് ഇവിടെ ഇങ്ങനെ ഇന്ത്യയിലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൃപാസനം എന്നുള്ള ഒരു സ്ഥലത്ത് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞ് കൊടുത്ത് ആളുകൾക്ക് പത്രങ്ങൾ വിതരണം ചെയ്യുവാനുള്ള ഒരു അവസരമുണ്ടായി. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റി. ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ ധാരാളം ജോലി അപേക്ഷകൾ ഞാൻ നൽകുകയുണ്ടായി. പക്ഷെ ആരും തന്നെ ഇൻ്റർവ്യൂവിനെ വിളിക്കുകയുണ്ടായില്ല. ഈ ഉടമ്പടി കാലഘട്ടത്തിൽ എനിക്ക് ഒരു യാദൃശ്ചികമായി ഒരു ഇൻ്റർവ്യൂ ലഭിക്കുകയും ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച്, ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിച്ചാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ്റ്റ്, ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ബട്ട് ബൈ ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ കൃപയാൽ ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും നെക്സ്റ്റ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് ഇവിടെ ഞാൻ ചെയ്തിരുന്ന അതേ ജോലി, ഇവിടുത്തെ +2-ലെ അതേ ജോലി തന്നെയാണ് അവിടുത്തെ ഹൈസ്കൂളിലേക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ ലഭിക്കുന്ന പോലെയാണ് ആ ജോലി ഈശോ എനിക്ക് ഒരുക്കി തന്നത്. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് ഏപ്രിൽ 17-ാം തീയതിയായിരുന്നു ഇൻ്റർവ്യൂ. അന്നത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ സ്കൂളിൽ പോകുന്നവർക്കായി പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥന നടത്തുകയുണ്ടായി, ഏപ്രിൽ 17, 2025. അപ്പോൾ ആ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് നാട്ടിലുള്ള ഇവിടെയെല്ലാം വെക്കേഷനാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, +2 പരീക്ഷ കഴിഞ്ഞു, ഇവിടെ എല്ലാവർക്കും വെക്കേഷനാണ്. ഇവിടെ സ്കൂളിൽ പോകുന്നവരാരും തന്നെ ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അതെനിക്ക് വേണ്ടി തന്നെയാണ് ഈശോ ഒരുക്കി തന്നത് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോവുകയും ആ ഇൻ്റർവ്യൂവിൽ നിന്നും സെലക്ട് ആവുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ടീച്ചറായ ഒരു ജോലി കിട്ടണമെങ്കിൽ അവിടുത്തെ ടീച്ചിങ് ലൈസൻസ് ആവശ്യമാണ്. എനിക്ക് ടീച്ചിങ് ലൈസൻസ് ഇല്ല, ഞാനിവിടെ നിന്ന് പോയിട്ട് ആകെ 3 വർഷമാകുന്നേ ഉള്ളൂ. അപ്പോൾ ആ സ്കൂളുകാർ ഒരു ഓപ്ഷൻ പറഞ്ഞു, ടീച്ചിങ് ലൈസൻസ് ഇല്ലാതെ തന്നെ എന്നെ അവിടേക്ക് ഹയർ ചെയ്യുകയും ഒരു കാലാവധി തന്നു. ആ കാലാവധിക്കുള്ളിൽ അവിടുത്തെ പരീക്ഷയെല്ലാം എഴുതി ടീച്ചിങ് ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളൊരു ഓപ്ഷനോടുകൂടെ എനിക്ക് ആ ജോലി ലഭിക്കുകയാണ് ഉണ്ടായത്. ആ ജോലിയുടെ ഓഫർ ലെറ്റർ വന്നത് മാതാവിൻ്റെ കയ്യൊപ്പോട് കൂടി തന്നെയാണ്. കാരണം എൻ്റെ ഉടമ്പടിയുടെ 90-ാമത്തെ ദിവസം, ഞാൻ ഉടമ്പടി എടുത്തത് ജാനുവരി 24-ാം തീയതിയാണ്. എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചത് ഏപ്രിൽ 24-ാം തീയതിയാണ് ഓഫർ ലെറ്റർ ലഭിച്ചത്. ആ ഓഫർ ലെറ്റർ ലഭിച്ച് അപ്പോൾ എനിക്കത് ഉറപ്പായിരുന്നു, അത് മാതാവിൻ്റെ കയ്യൊപ്പോട് കൂടി തന്നെ ഈശോ നൽകിയ അനുഗ്രഹമാണെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ആ അനുഗ്രഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നീട് ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ നാട്ടിലേക്ക് വരുവാനുള്ള ഒരു അനുഗ്രഹമുണ്ടായി. അപ്പോൾ സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയാണ് ഉടമ്പടി വഴി ഉണ്ടായിട്ടുള്ളത്. ഉടമ്പടി ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയി പ്രാർത്ഥനകൾ മാത്രം ചെയ്ത് ഞായറാഴ്ചകളിൽ കുർബാന മാത്രം പങ്കെടുത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് വളരെ വലിയൊരു ആത്മീയ ഉണർവ് ആണ് ഉടമ്പടിയിലൂടെ ലഭിച്ചത്. ദിവസേന ഉള്ള കുർബാനകൾ മുടക്കം കൂടാതെ കാണുവാനും ഏത് കാലാവസ്ഥയായാലും തണുപ്പായാലും ചൂടായാലും രാത്രിയായാലും പകലായാലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു തീക്ഷ്ണത ഈശോ എനിക്ക് നൽകി. അതിന് പ്രത്യേകം അത് ഉടമ്പടിയിലൂടെ ലഭിച്ചതാണ്. അതുപോലെ തന്നെ
കുദാശകളിൽ കുദാശകളിൽ കൂടുതൽ കേന്ദ്രീകരിക്കാനും കുമ്പസാരം നടത്തുവാനും ആത്മാർത്ഥമായുള്ള കുമ്പസാരങ്ങൾ നടത്തുവാനുമെല്ലാം അവസരങ്ങൾ നൽകി. അതിനെല്ലാം ഈശോയോട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് പത്രങ്ങൾ വിതരണത്തിലൂടെയും അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തും എല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതിനെല്ലാം പ്രത്യേകമായി ഈശോയുടെ അടുത്ത് നന്ദി പറയുന്നു. ഈശോയിൽ നിന്ന് പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പ്രത്യേകമായി നന്ദി പറയുന്നു.